ഹായ് ഓൾ, വെൽക്കം ടു നട്ടപ്പാതിര വീഡിയോ. ഐ എം യുവർ ബാറ്റ്മാൻ ഏജൻറ്റ്. ജനഗണമനയിലെ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് തുടങ്ങാം. പട്ടിയെ കൊന്ന ചോദിക്കാൻ 100 ആളുള്ള നാട്ടിൽ ഒരു മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ ചോദിക്കാൻ ഒരു പട്ടിയില്ല. കഴിഞ്ഞ ദിവസം റേഞ്ച് റോവർ റിവേഴ്സ് എടുത്ത് ട്രക്കിൽ നിന്ന് ഇറക്കുന്ന വഴിക്ക് ഒരു പയ്യൻ്റെ മേത്ത് കയറി ഇറങ്ങിയ പയ്യൻ മരിച്ചുപോയി. എന്നിട്ട് ഇന്ന് ഈ നിമിഷം വരെ, റോഷൻ എന്നാണ് ആ പയ്യൻ്റെ പേര്, ഇന്ന് ഈ ഇരിക്കുന്ന നിമിഷം വരെ അൻഷാദ് എന്നാണ് ഈ വണ്ടി ഓടിച്ച ഈ ഡ്രൈവറിൻ്റെ പേര്. ഈ ട്രക്കിൽ നിന്ന് വണ്ടി അൺലോഡ് ചെയ്ത ചങ്ങാതിൻ്റെ പേര് അൻഷാദ് എന്നാണ്. ഇവൻ്റെ ഒരു ഫോട്ടോ ഇല്ല, ഇവൻ്റെ ഒരു വെയർഅബൌട്ട്സ് ഇല്ല. ഇവൻ ആരാ, എന്താ, ഒന്നും, ഇവൻ ഏലിയനാണോ? എന്തൊക്കെയോ ദുരൂഹതകൾ ഈ ഒരു വിഷയത്തിൽ എനിക്ക് നടക്കുന്നുണ്ട്. ഈ റോഷൻ എന്ന് പറഞ്ഞ പയ്യൻ്റെ ഫാമിലിക്കാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ക്ലൂ ഇല്ല ഇതെന്താ സംഭവിച്ചത്, എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കണേ എന്നുള്ളത്. ഇതിൻ്റെ CCTV വിഷ്വൽ ഞാനിവിടെ സൈഡിൽ പ്ലേ ചെയ്യുന്നുണ്ട്. വളരെ ക്ലിയറാണ്. ഒരു ട്രക്കിൽ നിന്ന് ഒരു കാറ് പുറത്തിറക്കേണ്ട സ്പീഡിലൊന്നും അല്ല ഈ വണ്ടിക്ക് അകത്തിരിക്കുന്ന ഡ്രൈവർ ഈ വണ്ടി പുറത്തിറക്കിയിട്ടുള്ളത്. ഇവനൊരുമാതിരി ട്രാക്കിൽ മൈക്കിൾ ഷുമാക്കർ വണ്ടി ഓടിക്കുന്ന പോലെ ഒറ്റ ചവിട്ട് ഇട്ടുക്കലോ തോന്നുന്നുണ്ട്. പറത്തി ഇറക്കാനുണ്ടായത് വണ്ടി. കണ്ടാൽ അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും ചെയ്യും ഈ CCTV വിഷ്വലിൽ. ഇനി ഇതിലുള്ള കുറേ മെയിൻ കാര്യങ്ങൾ ഞാൻ പറയാം. അന്വേഷണം നടന്നു, അതായത് വണ്ടിക്ക് എന്തെങ്കിലും ടെക്നിക്കൽ മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊരു അന്വേഷണം നടന്ന സമയത്ത് അങ്ങനെ ഒരു ടെക്നിക്കൽ മിസ്റ്റേക്ക് വണ്ടിക്ക് ഇല്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഇവിടെ പ്രൂവൺ ആയിട്ടുണ്ട്. ഓക്കെ, വണ്ടിക്ക് ടെക്നിക്കൽ മിസ്റ്റേക്കുകളില്ല. അപ്പോൾ പിന്നെ ആരുടെയാണ് മിസ്റ്റേക്ക്? ഈ വണ്ടി ഓടിച്ചവൻ്റെയാണ് മിസ്റ്റേക്ക് എന്നുള്ളത് വെരി ക്ലിയർലി അന്വേഷണം നടത്തിയ ഓഫീസേഴ്സ് പറയുന്നുണ്ട്. ഈ ഡ്രൈവർ വാഹനം റിവേഴ്സിലേക്ക് ഇറക്കിയപ്പോൾ, അൺലോഡ് ചെയ്യാനായിട്ട് ഇറക്കിയപ്പോഴുണ്ടായ ഒരു മാനുഷിക പിഴവാണ്. വാഹനം ടെക്നിക്കലി ഫിറ്റാണ്, വാഹനം പുതിയ വാഹനമാണ്, വാഹനത്തിന് വേറെ ഇതുവരെ യാതൊരുവിധ കുഴപ്പമുള്ളതായിട്ടും ഈ അപകടത്തിൽ പരിശോധനയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഈ വാഹനം ഇറക്കിയ ആളുടെ കയ്യിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പിഴവാണ് ഈ മരണത്തിനിടയാക്കിയതെന്നുള്ളതാണ് നമ്മൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന് വിരുദ്ധമായിട്ടൊന്നും തന്നെ ആ വാഹനത്തിലില്ല. ഈ വണ്ടി ഇറക്കിയ തൊഴിലാളി, ഇവൻ്റെ പേര് മാത്രം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൻഷാദ് എന്ന് പറഞ്ഞ പേര് മാത്രമാണുള്ളത്. ഇവൻ ഏത് ട്രേഡ് യൂണിയൻ്റെ ഭാഗമായിട്ടുള്ള സംഘടനയിൽപ്പെട്ട ആളാണ്? CITU എന്നാണ് തുടക്കം മുതലേ എല്ലാ ന്യൂസ് ചാനലിലും വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ വിഷയം എന്താ അറിയൂ? ഇവൻ ഏത് സംഘടനയെ പെട്ടവനാ, ഇവൻ ആരാന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ആർക്കും ഇല്ല. യഥാർത്ഥത്തിൽ ഈ ഷോറൂമുകാർ ഇങ്ങനെ ഈ യൂണിയൻകാരെ ഏൽപ്പിച്ചത് അത് ഒരു പരിധിവരെ അപകടത്തിനിടയായിട്ടുണ്ടോ? യൂണിയൻകാരാണോ അല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. അവരെങ്ങാണ്ട് 24 പേര് ചേർന്ന ഏതോ ഒരു അസോസിയേഷനുണ്ട്. ആ അസോസിയേഷനിൽപ്പെട്ട ഒരു അംഗമാണ് വന്ന് വാഹനം ഇറക്കാൻ വേണ്ടി വന്നത്. അവർ 2 പേരുണ്ടായിരുന്നു. അതിലൊരാൾ വെളിയിൽ സൈഡിൽ നിൽക്കുകയായിരുന്നു. അയാൾ ഈ വാഹനം വരുന്നത് കണ്ട് പെട്ടെന്ന് ചാടി മാറി. നിലവിൽ ആ വാഹനം ഓടിച്ച ആൾക്കെതിരെ എന്തെങ്കിലും നടപടി അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആണെങ്കിലും അന്വേഷിക്കുന്ന പോലീസുകാരാണെന്നുണ്ടെങ്കിലും ഏതോ 10-24 പേര് ചേർന്നിട്ട് ഒരു സംഘടന ഉണ്ടാക്കി. ആ സംഘടനയെ പെട്ട ഒരാളാണ് ഈ വണ്ടി ഓടിച്ചത്. അല്ലാതെ ഇവർക്ക് ഇത് ആരാ എന്താന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല. ഞാൻ കൃത്യമായി നിങ്ങളോട് പറയാം, ഇതിൽ വൻ അട്ടിമറി നടന്നിട്ടുണ്ട്. ഈ മരിച്ചുപോയ ചെക്കന് ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നുള്ളത് കൃത്യമായി മുതലെടുപ്പ് ഇവിടെ പാർട്ടിക്കാർ നടത്തുന്നുണ്ട്. ഇവിടെ മണി പവറും മസിൽ പവറും പൊളിറ്റിക്കൽ പവറുള്ളവരും മാത്രമേ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റൂ. സാധാരണക്കാർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. അവൻ്റെ ജീവൻ പോയാൽ ചോദിക്കാൻ ഒരാളും വരില്ല. പാർട്ടി പവർ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ പാർട്ടിക്കാരനാണെങ്കിൽ അവനിവിടെ ഈ നാട്ടിൽ എന്ത് തന്തയില്ലായ്മയും കാണിക്കാൻ ഒരു പ്രശ്നവും ഇല്ല. ഇപ്പം ഈ പറഞ്ഞല്ലോ, ഈ സാറ് MVD സാറ് ഏതോ 10-24 പേര് ചേർന്നുണ്ടാക്കിയൊരു പാർട്ടി. ഇത് എറണാകുളം ഡിസ്ട്രിക്ട് കാർ ഡ്രൈവേഴ്സ് യൂണിയൻ, CITU എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ കാണുന്നുണ്ട്. എടപ്പള്ളി മേഖലാ കമ്മിറ്റി എടപ്പള്ളി, ഇതാ ഫോൺ നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊരു രജിസ്ട്രേഡ് സംഘടനയാണ്. ഏതോ 24 പേര് ചേർന്നിട്ട് ഉണ്ടാക്കിയതല്ല. രജിസ്ട്രേഡ് സംഘടന, ബ്രാക്കറ്റ് CITU എന്ന് കൊടുത്തിട്ടുണ്ട്. എന്തേ ഭരിക്കുന്ന പാർട്ടിയുടെ സംഘടനയായതുകൊണ്ട് മുട്ട് വരച്ചോ? അന്വേഷണം 100% അട്ടിമറിക്കും.
അന്വേഷണം പ്രോപ്പറായിട്ട് നടത്തില്ല. കാരണം ഈ മരിച്ചു പോയ പയ്യൻ്റെ ഭാര്യ പറയുന്നത് നിങ്ങൾ കേട്ടോ, അവർ കൃത്യമായി പറയുന്നുണ്ട് CITU അല്ലെങ്കിൽ ഏതെങ്കിലും ഇതേപോലെ കയറ്റിറക്ക് തൊഴിലാളികൾ, ഏതോ സംഘടനയിൽ പെട്ട തൊഴിലാളികൾ തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. അവർ പേടിച്ചിട്ട് CITU എന്ന് പറയുന്നില്ല, പക്ഷെ തൊഴിലാളികൾ വിളിച്ചിട്ടാണ് ഭർത്താവ് പോയത് അവർ പറയുന്നുണ്ട്. ഞാനിവിടെ ഒരു കൊളീഗ് വന്നപ്പോൾ ചോദിച്ചു, ശനിയാഴ്ച ട്രക്ക് ഞങ്ങൾ പോയപ്പോൾ കണ്ടതാണല്ലോ, രാവിലെ ഞങ്ങൾ പോയായിരുന്നു എടപ്പള്ളി പോണ വഴിക്ക് ഞാൻ ഹസ്ബൻഡും കൂടി പോയപ്പോൾ ട്രക്ക് കണ്ടതാണ്. അപ്പോൾ ശനിയാഴ്ച അവർക്ക് അവധി ആയതുകൊണ്ടാണ് ഞായറാഴ്ച എടുത്തൊക്കെ വെച്ചേക്കണേണെന്നാണ് ആയിരിക്കാമെന്നാണ് അയാൾ പറഞ്ഞത്. പുള്ളിക്കും വലിയ ക്ലാരിറ്റി ഇല്ല, എന്നാലും അങ്ങനെയാണ് പറഞ്ഞത് എന്നോട്. ഈ CITU തൊഴിലാളികളാണോ ഈ ട്രക്ക് ചെയ്യുന്നത് ഇറക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചു ഇതൊക്കെ ഇവരാണ് ഇറക്കണതെന്ന്. ഞാൻ ആദ്യമേ ഇപ്പോഴെല്ലാം നേരത്തെ തൊട്ട് പോകുമായിരുന്നു, ഇടയ്ക്ക് പോകും ഇങ്ങനെ. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞ ആരാണ് ഇറക്കണമെന്ന് വെച്ചപ്പോൾ ഇവർ അൺലോഡിങ്ങുകാരാണ് ഇറക്കണതെന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു അതൊക്കെ അവർ ചെയ്യുമെന്ന് വെച്ചപ്പോൾ അത് അവരാണ് ചെയ്യേണ്ടത് എന്നാണ് അവർ പറയണത്. ചോദിച്ചിട്ടുണ്ട് ആരാ ഇറക്കുന്നത്, നിങ്ങളാണ് ഇറക്കണതെന്നൊക്കെ ഞാൻ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കും. എന്നോടെല്ലാം പറയും. പിന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇവരെല്ലാം ഇറക്കുന്നത് ഇവരാണ്, ഈ അൺലോഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് ഇറക്കണതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ഇപ്പം വീട്ടിലെ അവസ്ഥ എങ്ങനെയാണ്? വീട്ടിലെ അവസ്ഥ, അപ്പച്ചന് 75 വയസ്സ് കഴിഞ്ഞു. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, വർക്ക് ചെയ്യുമായിരുന്നു. ഇവിടെ അമ്മച്ചി മരിച്ചു പോയിട്ടുണ്ട്, 6 വർഷമായി. അപ്പോൾ കുഞ്ഞുങ്ങൾ 6 വയസ്സ് 3.5 വയസ്സായി. എനിക്കപ്പോൾ വീട്ടിൽ നിന്നേ പറ്റത്തുള്ളൂ, വേറെ ആരുമില്ല. ചേട്ടയാണ് പുറത്തേക്ക് പോകില്ല, വർക്കൊക്കെ എനിക്ക് ഇപ്പോൾ പോസിബിൾ അല്ല. കുഞ്ഞുങ്ങളാരെങ്കിലും നോക്കണമല്ലോ, ഞാനിവിടെ നിന്നേ പറ്റുള്ളൂ. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്, കുട്ടികൾക്ക് വേണ്ടി ഞാൻ നിർത്തിയതാണ്. ഇതൊന്നും എനിക്കറിയില്ല. വണ്ടി ഇപ്പോൾ എടുത്തുള്ളൂ, അതിന് ലോണുണ്ട്. മക്കൾ ഒരാൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ്, ഒരാൾ അംഗനവാടി പോകുന്നു. 2 പെൺകുട്ടികളാണ്. ഈ ഷോറൂമുകാർ എന്തെങ്കിലും വന്നിട്ട് സംസാരിച്ചിരുന്നോ? അവർക്ക് എന്തോ അവരുടെ ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിരുന്നു, വന്നിരുന്നു. അപ്പോൾ അവർ അടുത്ത ദിവസം വരുമെന്ന് പറഞ്ഞു. ഇന്നലെയും വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ആയിരുന്നു 5 നടത്തിയത്, 7 അല്ല 5 നടത്തിയത്. അപ്പോൾ അവിടെ വന്നിട്ടുണ്ട്, സംസാരിച്ചു. എല്ലാവരും ഒപ്പം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സഹായം അവരുടെ ഗ്രൂപ്പ് ഇൻഷുറൻസിൻ്റെ സംഭവങ്ങളും പിന്നെ PFൻ്റെ എന്തോ ക്ലെയിമും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ജോലി എന്തെങ്കിലും ജോബ് ഓഫർ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കിപ്പോൾ എൻ്റെ മാനസികാവസ്ഥ ഒന്നും ചിന്തിച്ച് ഇതാക്കാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പോലീസ് വരികയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല, പോലീസ് വന്നിട്ടില്ല. ഒരു കുടുംബത്തിൻ്റെ നെടുന്തൂണായിരുന്നു ആ പയ്യൻ. 2 ചെറിയ പെൺകുട്ടികളുണ്ട്. ആ വീട്ടിലേക്കുള്ള വരുമാനത്തിൻ്റെ ഏക ആശ്രയം അതാണ് ഇല്ലാതായത്. ആ പെൺകുട്ടി പേടിച്ചിട്ട് ഈ റോഷൻ്റെ വൈഫ് CITU എന്ന് പറയുന്നില്ല, എന്ന് പറഞ്ഞിട്ട് അവരത് വിഴുങ്ങി കളഞ്ഞു. അപ്പം എത്രത്തോളം ഉണ്ട് ഇവരുടെ ഗുണ്ടായിസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഏത് റേഞ്ച് വരെയാണ് ഇവരെ ആൾക്കാരെ ഭീഷണിപ്പെടുത്തുന്നതും ഗുണ്ടായിസം കാണിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ വണ്ടി ഇറക്കിയ അൻഷാദ് എന്ന് പറഞ്ഞവനെ കുറിച്ചിട്ട് ഒരു വേറെ ബോട്ട്സ് ഇല്ല. ഇത്ര മീഡിയ ഉള്ള സ്ഥലമാണിത് അല്ലേ? CCTV ക്യാമറ, മീഡിയ, അന്വേഷിക്കാൻ 100 സോഷ്യൽ മീഡിയ ആൾക്കാർ, ഒരുപാട് പേരുണ്ടായിട്ട് പോലും ഈ അൻഷാദ് ആരാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഇനി ലാസ്റ്റ് അന്വേഷണം കഴിയുമ്പോൾ ഇനി അൻഷാദും ഇല്ല, വണ്ടി ഓട്ടോമോട്ടിൽ ഒറ്റയ്ക്ക് റിവേഴ്സ് ഇട്ട് പോകുന്നു എന്ന് പറയുമോ? യൂണിയൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞത്, നമ്മൾ പലതവണ അവരെ വിളിച്ചിരുന്നു, അവരോട് സംസാരിച്ചപ്പോഴൊക്കെ പറഞ്ഞത് അവർ CITUവിൻ്റെ ലേബലിൽ ഉള്ള ഒരു യൂണിയനാണ്. നമ്മളിപ്പോൾ മണിശങ്കർ സംസാരിക്കുമ്പോൾ ആ ലെറ്റർ പാഡ് കാണിക്കുന്നുണ്ട്, രജിസ്റ്റർ നമ്പർ കാണിക്കുന്നുണ്ട്. അതൊക്കെ വെച്ചായിരുന്നു ഇന്ന് മണിശങ്കറിനോട് നമ്മൾ ചോദ്യം ചോദിച്ചു. മണിശങ്കർ പറയുന്നത് ഈ രജിസ്റ്റർ നമ്പർ ഒരു സംഘടന രജിസ്റ്റർ ചെയ്താൽ ലേബർ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന, ട്രേഡ് യൂണിയന് കൊടുക്കുന്ന, സർക്കാർ കൊടുക്കുന്ന രജിസ്റ്റർ നമ്പറാണ്. ആ നമ്പറിന് CITUമായി ബന്ധമില്ല. പിന്നെ ബ്രാക്കറ്റിൽ CITU എന്നിട്ട് ഇവിടെ പല ആളുകളും ഇങ്ങനെ CITUവിൻ്റെ പേരിൽ ആളുകളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതായത് ഇങ്ങനെ ഭീഷണിപ്പെടുത്താൻ CITUവിൻ്റെ പേരിട്ടാൽ മതി എന്ന ഒരു ടോൺ കൂടിയുണ്ട് മണിശങ്കർ പറയുന്നതിൽ. അങ്ങനെ ആളുകൾ CITUവിൻ്റെ പേര് കണ്ടാൽ ഭയപ്പെടുമെന്നൊരു കാര്യം കൂടിയുണ്ട്. ആ ഭീഷണിപ്പെടുത്താൻ വേണ്ടി ഈ ഡ്രൈവേഴ്സ് യൂണിയനും, ഈ ജില്ലാ ഡ്രൈവേഴ്സ് യൂണിയനും CITUവിൻ്റെ പേര് ഇട്ട് അത് ഇങ്ങനെ ഒരു ലെറ്റർ പാഡൊക്കെ ഇറക്കി അവർ CITUവിൽ അഫിലിയേറ്റഡ് ആണ് എന്ന് പറഞ്ഞായിരിക്കാം ഇവിടെയുള്ള ഡീലർമാരുടെ അടുത്ത് നിന്നൊക്കെ കാറ് ഇറക്കുന്നത്. അപ്പോൾ ഡീലർമാരും അതിൽ കാര്യമായിട്ടൊരു പ്രതികരണത്തിന് വരില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു അപകടം നടന്നതുകൊണ്ടാണ് ഇതിന് യൂണിയൻകാരാണ് വാഹനങ്ങൾ ഇറക്കുന്നത് എന്നൊരു കാര്യം പുറത്തേക്ക് വന്നത്. അതിൽ INTUC ഉണ്ട്, CITU ഉണ്ട് എന്നൊക്കെ ഡീലർമാർ പുറത്തു പറയാതെ പറയുന്നുണ്ട്. കാരണം ഇവിടെ എറണാകുളത്ത് തന്നെ ഒരു ഭാഗത്ത് INTUC കുറച്ച് കാർ ഡീലേഴ്സിൻ്റെ വാഹനങ്ങൾ ഇറക്കുന്നു, മറുഭാഗത്ത് CITU കുറച്ച് വാഹനങ്ങളെ ഡീലേഴ്സ് ഇറക്കുന്നു. അങ്ങനെ ഇവർ വീതിച്ചാണ് പല സ്ഥലങ്ങളിലും വാഹനങ്ങൾ ഇറക്കുന്നതെന്നാണ്.
പക്ഷേ മണിശങ്കർ പറയുന്നു ചുമട്ട് തൊഴിലാളി ഈ യൂണിയനിൽ അല്ലെങ്കിൽ ചുമട്ട് ഹെഡ് ലോഡേഴ്സ് വർക്കേഴ്സ് യൂണിയന്റെ നിയമത്തിൽ തന്നെ കാർ കയറ്റുന്നതോ ഇറക്കുന്നതോ ഇല്ല എന്നതാണ്. എന്നാൽ ആ മറ്റ് സാധനങ്ങളാണ് കയറ്റിറക്കുക ചെയ്യുന്നത്. ഈ കാർ കയറ്റുകയോ ഇറക്കുകയോ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ CITUവിന് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നു. അത് റേഞ്ച് റോവർ ഇറക്കിയത് CITUവിന്റെ ഭാഗമായ എറണാകുളം ഡിസ്ട്രിക്ട് കാർ ഡ്രൈവേഴ്സ് യൂണിയന്റെ പ്രതിനിധിയായ അൻഷാദ് ആയിരുന്നു. യൂണിയന്റെ ലെറ്റർ പാഡിലടക്കം CITU എന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. എന്നാൽ ഈ യൂണിയനെ പൂർണ്ണമായും തള്ളുകയാണ് CITU. ഇങ്ങനെയൊരു സംഘടനയെ CITUവിൽ ഇല്ല. ഡീലർമാരെ ഭീഷണിപ്പെടുത്താൻ ലെറ്റർ പാഡിൽ CITU എന്ന് എഴുതി ചേർത്തതാവാമെന്ന് ചുമട്ട് തൊഴിലാളി യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് CK മണിശങ്കർ. CITUവിന് യാതൊരു ബന്ധവുമില്ല. അവർ രജിസ്ട്രേഷൻ വാങ്ങിയിട്ടുണ്ടാവാം, അത് ഞാൻ പറഞ്ഞല്ലോ, അത് ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്നതാണ്. അതിനുശേഷം അവർ CITU എന്ന് ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. അവർ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് മറ്റ് തർക്കങ്ങൾ ഉണ്ടാവാതിരിക്കാനോ ഭീഷണിപ്പെടുത്താനോ ഒക്കെ വേണ്ടി ചെയ്യുന്ന ഒന്നാണ്. CITU എന്ന പേര് എഴുതി കാണിച്ചാൽ പോലും ആളുകൾ ഭയപ്പെടുമെന്ന് പറയാതെ പറയുന്നു നേതാവ്. നാളൊരു കാര്യം ചെയ്യുന്ന വണ്ടീൻ്റെ മുന്നിൽ വലുതാക്കി CITU എന്ന് എഴുതാം. പേടിപ്പിക്കാമല്ലോ നാട്ടുകാരെ, ഭീഷണിപ്പെടുത്താനും. ഏത് നാടടെ, ഏത് റേഞ്ച് നാടടെ എന്നാണ് ഞാൻ ആലോചിച്ചു നോക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ ആരും ഇല്ല ഇപ്പം. അത് ഈ പയ്യൻ തനിയെ കാറിനടിയിൽ പോയി കിടന്നു. ഓട്ടോ മറ്റേ പാർക്കിൽ മോഡിലുണ്ടായിരുന്ന വണ്ടി സ്വയം റിവേഴ്സ് അടിച്ച് വന്ന് ഈ പയ്യനെ വേത്ത് കയറി. ഇങ്ങനെ ആയിരിക്കുമല്ലോ നടന്നു കഴിഞ്ഞ്. ഞാൻ ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് വയ്ക്കുന്നുണ്ട്. ലോക്കൽ ഡ്രൈവേഴ്സ് യൂണിയൻ ആലുവ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്ലക്സാണ്. കാർ ട്രക്ക് റൈറ്റ് 1 കാർ 1000, 2 കാർ 1500, 3 കാർസ് 2500, 4 കാർസ് 3500. താങ്ക് യു. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ എന്താണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം ഈ രീതിയിലൊക്കെ എഴുതി തൂക്കി വെച്ചിട്ടാണോ നിങ്ങൾ പറയുന്നത് ഇവിടെ ആരും കാറ് ഇറക്കാറില്ല എന്നുള്ളത്? സ്കിൽഡ് ലേബർ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, മനസ്സിലായോ? CITUവിൻ്റെ തൊഴിലാളികൾക്ക് അവർക്ക് പറഞ്ഞ സ്കില്ലുണ്ട്, അത് ചെയ്താൽ മതി. പറഞ്ഞ സാധനങ്ങൾ ഇറക്കിയാലും കയറ്റിയാലും മതി. അറിയാത്ത പണിക്ക് പോയിട്ട് ഇങ്ങനൊരു അപകടം സംഭവിച്ച് ഒരുത്തൻ്റെ കുടുംബം ഇല്ലാതായി, ഒരുത്തൻ്റെ ജീവൻ പോയിട്ട് ലാസ്റ്റ് ഇത് ഞങ്ങളാളല്ല, ഞങ്ങൾക്കിതൊന്നും അറിയില്ല, ഞങ്ങൾ കൈയൊഴിഞ്ഞു. എന്താവസ്ഥയുടെ ഇത്? ഒരു ഗതാഗത മന്ത്രി ആ വീട്ടിൽ പോയിട്ടില്ല, വേറെ ഏതെങ്കിലും ഒരു MLA MP ആ വീട്ടിൽ പോയിട്ടില്ല. എന്തിനാ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തകൻ ആ വീട്ടിൽ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. പോലീസ് എന്തായാലും പോയിട്ടില്ല. ആ ലേഡി കൃത്യമായി പറയുന്നുണ്ട് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു മനുഷ്യൻ ഇവിടെ വന്നിട്ടില്ല എന്നുള്ളത്. ഇനി ഈ പയ്യൻ്റെ വീട്ടുകാർക്ക് ഇൻഷുറൻസ് പൈസ കിട്ടുമോ? അവരുടെ ലൈഫ് എങ്ങനെ മുന്നോട്ട്? അറ്റ്ലീസ്റ്റ് ഈ ഷോറൂമിൻ്റെ ഓണേഴ്സെങ്കിലും ആ പെൺകുട്ടിക്കൊരു ജോലി കൊടുക്കണം, ഈ വൈഫിന്. അത്രേ എനിക്കൊരു അഭ്യർത്ഥന പറയാനുള്ളൂ. അല്ലാതെ ഇവിടുത്തെ ഈ രാഷ്ട്രീയക്കാരുടെ മാമാപ്പണി നോക്കി നിന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പോലില്ല അവന്മാർ, മനസ്സിലായോ? ഒരു അൻഷാദിന് എത്ര ദിവസമായിട്ട് ഇത്രയും ഒരു അപകടം ഉണ്ടായി, കേരളത്തിൽ ഇതുവരെയായിട്ട് കേട്ടുകളി പോലും ഇല്ലാത്തൊരു അപകടം സംഭവിച്ച് അതിലൊരാളുടെ ജീവൻ പോയിട്ടും ഇന്നേ വരെ ഈ CITU അല്ലെങ്കിൽ ഈ കയറ്റിറക്ക് തൊഴിലാളി മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞിട്ട് ഈ പാർട്ടിക്കാരുടെ ഈ പറയും പിടിച്ചിട്ട് ഇവൻ ആരാന്ന് പോലും അറിയുന്നില്ല. നാളെ അവൻ പുറത്തിറങ്ങിയിട്ട് ഇനി വേറെ ഏതെങ്കിലും ഇതേപോലെ ഒരു വണ്ടി എടുത്ത് ഇറക്കിയിട്ട് വേറെ തന്നെ നെഞ്ഞത്ത് കയറ്റിറങ്ങിയിട്ട് ഇവൻ്റെ മുഖെങ്കിലും മനസ്സിലാവണ്ടേ നാട്ടുകാർക്ക്? അല്ലാത്ത വിഷയത്തിൽ ഇത് വല്ല യൂട്യൂബറോ വല്ല മറ്റേ ഇൻഫ്ലുവൻസറോ ആയോ വെക്കണം. കുടുംബം മൊത്തം അടിച്ച് പോസ്റ്ററാക്കി വെക്കുവന്മാർ. പാർട്ടിക്കാരനായതുകൊണ്ട് ഒരു വിഷയവും ഇല്ല. അൻഷാദ് ആരാ? അൻഷാദ് പോകാം. അൻഷാദ് ഞാൻ നേരത്തെ പറഞ്ഞത് ഏലിയൻ, അൺഐഡൻറ്റിഫൈഡ് ഒബ്ജക്റ്റാണ് അൻഷാദ്. കൊള്ളാടെ എന്താണെന്നുണ്ടെങ്കിലും നടക്കട്ടെ. ഒരുത്തനെ ഇല്ലാതാക്കി ഒരുത്തൻ തീർന്നതിന് ശേഷം നിങ്ങളുടെയൊക്കെ പാർട്ടിക്കളി ഉണ്ടല്ലോ, ശുദ്ധ തന്തല്ലാത്തവരാണ്.